ഇന്ത്യയുമായി ബന്ധം ശക്തിപ്പെടുത്താതെ അമേരിക്കയ്ക്ക് മുന്നോട്ടു പോകാനാകില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. ഇന്ത്യയോടുള്ള ഭീഷണികൾ ഏൽക്കാതെ വന്നപ്പോൾ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തകിടം മറിഞ്ഞു. മാത്രമല്ല, ഇറാന്റെ സാഹചര്യവും ട്രംപിന് നേരെയുള്ള വധഭീഷണിയും അമേരിക്കയെ മൊത്തത്തിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സമാധാനത്തോടെയുള്ളൊരു ലോകക്രമം പടുത്തുയർത്തി എടുക്കണമെങ്കിൽ ഇന്ത്യയുമായുള്ള വ്യാപാര തർക്കങ്ങൾ മാറ്റിവെച്ച് സൗഹൃദപരമായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ടു പോയേ പറ്റൂ എന്ന നിലപാട് വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ട്രംപ് ഇന്ത്യയിലേക്ക് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിന് US കോൺഗ്രസിൽ സ്ഥിരവും ഉഭയകക്ഷിപരവുമായ പിന്തുണ ലഭിച്ചതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് US-ലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര പ്രധാന അമേരിക്കൻ നിയമസഭാ അംഗങ്ങളെ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി US ഉന്നത നിയമസഭാ അംഗങ്ങളുമായുള്ള ക്വാത്രയുടെ രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത്. ഇന്ത്യ ഹൗസിൽ ഒരു പ്രത്യേക സായാഹ്നം. US പ്രതിനിധി സഭയിലെ 12 ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം, ക്വാത്ര വ്യാഴാഴ്ച എക്സ് പോസ്റ്റിൽ പറഞ്ഞതാണ്. വാഷിംഗ്ടണിലെ അംബാസഡറുടെ ഔദ്യോഗിക വസതിയാണ് ഇന്ത്യ ഹൗസ്. വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യ, നവീകരണം, ശക്തമായ പ്രതിരോധ സഹകരണം, നിർണായകമായ ഭീകരവിരുദ്ധ ശ്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ സംഭാഷണങ്ങളിലൂടെ ഇന്ത്യ US പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് US കോൺഗ്രസ് സ്ഥിരവും ഉഭയകക്ഷിപരവുമായ പിന്തുണ സ്വാഗതം ചെയ്യുന്നുവെന്ന് ക്വാത്ര പറഞ്ഞു. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച 7% ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് സമൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഈ പങ്കിട്ട കാഴ്ചപ്പാടിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് ഇന്ത്യൻ പ്രതിനിധി കൂട്ടിച്ചേർത്തു. US പ്രതിനിധി സഭയുമായും സെനറ്റുമായും ഇന്ത്യയുടെ ഇടപെടൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സംരംഭമായ ഇന്ത്യയെക്കുറിച്ചുള്ള കോൺഗ്രസ് സ്റ്റഡി ഗ്രൂപ്പിന്റെ സഹ അധ്യക്ഷന്മാരായ കോൺഗ്രസ് വനിത ഡെബോറ റോസിനെയും പ്രതിനിധി റോബ് വിറ്റ്വാനെയും ക്വാത്ര സ്വാഗതം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഫോർമൻ മെമ്പേഴ്സ് ഓഫ് കോൺഗ്രസും റൗണ്ട് ഗ്ലാസ് ഫൗണ്ടേഷനും പിന്തുണയ്ക്കുന്ന ഈ സംരംഭത്തിന് US പ്രതിനിധി സഭയും സെനറ്റും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു സംരംഭമാണിത്. പ്രതിനിധികളായ ജിം കോസ്റ്റ, ബിൽ ഹുയി സിംഘ, അമി ബെറ, ഡൊണാൾഡ് നോർക്രോസ് എന്നിവരുടെ സാന്നിധ്യത്തിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയും ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രതിനിധികളായ റോൺ എസ്റ്റസ്, ക്രിസി ഹൗലഹാൻ, ജയ് ഒബർനോൾട്ട് എന്നിവരുടെ പിന്തുണയെയും അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള അവരുടെ മാർഗനിർദ്ദേശത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. 119ാമത് കോൺഗ്രസിലെ പുതിയ അംഗങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രധാന സ്തംഭങ്ങളെക്കുറിച്ചുള്ള ക്രിയാത്മകമായ കൈമാറ്റങ്ങളെ വിലമതിച്ചുവെന്ന് കോൺഗ്രസ് അംഗം സ്റ്റാനിയൽ മൊറാൻ, കോൺഗ്രസ് വനിത ജൂലി ജോൺസൺ, കോൺഗ്രസ് അംഗം ജെഫേഴ്സൺ ഷ്രെവ് എന്നിവർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാര കരാറിനായി ഇന്ത്യയും US-ഉം തമ്മിൽ ഇതുവരെ 6 റൗണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. US-ലേക്ക് പ്രവേശിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ 50% തീരുവ പരിഹരിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് കരാർ ഈ കരാറിൽ ഉൾപ്പെടുന്നു. ഡിസംബർ 1 നേരത്തെ ഊർജം, പ്രതിരോധം, വ്യാപാരം എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ക്വാഡ്ര സ്വാധീനമുള്ള ഒരു കൂട്ടം അമേരിക്കൻ നിയമനിർമ്മാതാക്കളുമായി ഫലപ്രദമായ സംഭാഷണങ്ങൾ നടത്തി. തുടർന്ന് അദ്ദേഹം ഇന്ത്യ ഹൗസിൽ US സെനറ്റർമാരായ ലിൻഡെ ഗ്രഹാം, റിച്ചാർഡ് ബ്ലൂമെന്റൽ, ഷെൽഡൻ വൈറ്റ് ഹൗസ്, പീറ്റർ വെൽച്ച്, ഡാൻ സള്ളിവൻ, മാർക്വെയ്ൻ മുള്ളിൻ എന്നിവരെ ആതിഥേയത്വം വഹിച്ചു. വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ക്വാഡ്ര പതിവായി US നിയമനിർമ്മാതാക്കളെ കാണുന്നുണ്ട്. എന്തൊക്കെയായാലും രാജ്യങ്ങൾ ഇന്ത്യയുമായി വ്യാപാരവും ഉഭയകക്ഷി ബന്ധങ്ങളും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ പ്രതിഫലനമാണെന്നാണ് പൊതുവെ ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.